എനിക്കുണ്ടായിരുന്നൊരു വലിയൊരു ഇതായിരുന്നു. അതായത് ഞാൻ പൊതുവേ ശാന്ത സ്വഭാവക്കാരിയാണ് പൊതുവേ. അതായത് പെട്ടെന്ന് അങ്ങനെ ബഹളം വെക്കാറില്ല. പക്ഷേ ഒരു സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഞാനൊരു 15 വയസ്സിനൊക്കെ ശേഷമാണ് എനിക്ക് ആങ്കർ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിന് മുൻപ് വരെ അങ്ങനെ ദേഷ്യം, ബഹളം, അങ്ങനെ അതായത് റേസ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷേ ഒരു 15 ഇയേഴ്സ്, ഒരു 18 ഇയേഴ്സ് ആ ഒരു സമയത്തൊക്കെ വെച്ചിട്ട് എനിക്ക് എൻ്റെ ആങ്കർ ഞാൻ കണ്ടു. എന്തോ ഒരു റീസൺ, ഞാൻ ഓർക്കുന്നില്ല റീസൺ, പക്ഷേ വളരെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അവർക്ക് വിഷമമായെന്നുള്ള കാര്യത്തിലല്ല, എൻ്റെ സ്വഭാവം ഇതല്ലല്ലോ, എനിക്ക് ഇങ്ങനത്തെ ഒരു ദേഷ്യം എന്താ, അതായത് അത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താ, ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ മനുഷ്യത്വത്താഴിൽ ഗംഗ പറയുന്ന പോലെ എന്താ എനിക്ക് പറ്റിയേ. അപ്പം ഞാൻ അങ്ങനെ ശരിക്കും ചിന്തിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ് ഇല്ല, അല്ലെങ്കിൽ അത്രയും ബഹളം ഞാൻ അങ്ങനത്തെ ഒരു ഫിറോഷ്യസ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അന്ന് വളരെ കൈവിട്ടു. അപ്പോൾ എന്താണ് ഈ പ്രശ്നം, എന്താണ് ഈ കുഴപ്പം? സോ അന്നത് മനസ്സിലാക്കിയില്ല. പിന്നീടും ഇതുപോലൊരു 2-3 എപ്പിസോഡ് പിന്നെയും ലൈഫിൽ ഈ ആങ്കർ ഇഷ്യൂസ് ഉണ്ടായപ്പം ദെൻ ഐ അണ്ടർസ്റ്റുഡ് മൈ ഫാദർ, അതായത് പെറ്റേണൽ ലീനേജ് എല്ലാ ആണുങ്ങൾക്കും വളരെ ദേഷ്യമുള്ള ആൾക്കാരാണ്, ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കാര്യം ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ആളായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാദറും വളരെ ദേഷ്യം, അതായത് ഭയങ്കരമായിട്ട് അഗ്രസീവ്നെസ് അല്ല, പക്ഷെ ദേഷ്യം, ആങ്കർ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ്. സോ എൻ്റെ കൂടെയുള്ള എൻ്റെ ബ്രദറിന് ഈ പ്രശ്നമില്ല. ആങ്കർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി വളരെ ഭാഗ്യവതിയായിരിക്കുമെന്ന്. കാരണം വളരെ ശാന്ത സ്വരൂപമാണ്. എത്ര ദേഷ്യപ്പെടേണ്ട കാര്യം വന്നാലും അവൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല, അല്ലെങ്കിൽ അവൻ്റെ ടെമ്പർ പോവില്ല. അവൻ വളരെ കൂളായിട്ട് എല്ലാം എടുക്കും. അത് എനിക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിക്കും എനിക്കെന്തുകൊണ്ടായിരിക്കും അത് കിട്ടിയത്, എനിക്കെന്താണ് ഇത്രയും ദേഷ്യം, എൻ്റെ ബ്രദറിന് അതില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഇത് ഫാമിലിയിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ രണ്ടുപേർക്കും വരണ്ടേ. യു ആർ ദ പാറ്റേൺ ബ്രേക്കർ. നമുക്കായിരിക്കും ആ സ്ട്രെങ്ത് ഉള്ളത് ടു ബ്രേക്ക് ഇറ്റ്. ചിലവർ സിസ്റ്റം കീപ്പേഴ്സാണ്, അതായത് അവർ ആ ഫാമിലിയുടെ സെയിം ട്രേറ്റ് ആയിരിക്കും ക്യാരി ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ ബ്രദർ ആണെങ്കിലും എൻ്റെ പേരൻസിൻ്റെ പോലെ കൂടി ചേർന്ന് പോകുന്ന രീതിയിൽ, അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ഓക്കെ ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും റെബലാവും. അതെന്താ, ഇതങ്ങ് കേട്ടാൽ മതി, ഇതാണ് ഇവിടുത്തെ ശീലം, ഇതാണ് നമ്മുടെ ഫാമിലിയുടെ രീതി, ഇതാണ് സാധാരണ മനുഷ്യർ ചെയ്യുന്നത്. ഇല്ല, നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ അവരെ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്നൊക്കെ വിളിക്കാം. പക്ഷെ ആക്ച്വലി ലിറ്ററലി സ്പീക്കിംഗ് അവർക്കാണ് ആ സ്ട്രെങ്ത് ഉള്ളത്. ആ ഫാമിലിയിൽ റൺ ചെയ്യുന്ന റെസനേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ മോശമായിട്ടുള്ള മാച്ച് ചെയ്യാത്ത എനർജീസിനെ ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത്തും പവറും അവർക്കായിരിക്കും ഉണ്ടാവുക. സോ അതില്ലാത്ത ഒരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവർ സഫറല്ലേ ചെയ്യുള്ളൂ. അപ്പം ഇത് പലവരും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് നമ്മളുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ദേഷ്യമുണ്ട്, സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്നതാണിത്. ഇപ്പോൾ വാള് കൊണ്ട് വെട്ടാൻ അറിയുന്നവൻ്റെ കയ്യിൽ വാള് കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഈ സ്ട്രെങ്ത് നമുക്കുണ്ടെന്ന് നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ല. നമ്മളിതൊരു ബേർഡനായിട്ടാണ് എടുക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമ്മളതൊരു വിക്റ്റിമായിട്ട് മാറും. നമ്മൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ മോഡെന്ന് പറഞ്ഞാൽ വി വിൽ ബി എ വിക്റ്റിം. കണ്ടോ, അവർ കാരണം എൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടായി, അവരിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ, അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് അല്ല, നമ്മുടെ അറിയാതെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്നാലും എനിക്കിത് വന്നല്ലോ, എനിക്കിത് പറ്റുന്നില്ലല്ലോ. വിക്റ്റിം ആയിരിക്കും, നമ്മളെപ്പോഴും വിക്റ്റിം ആയിരിക്കും. പക്ഷേ ആ വിക്റ്റിം മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ സ്ട്രെങ്ത് തിരിച്ചറിയില്ല. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അത് പിടിച്ചു, ഇതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്, ഇതാണ് കാര്യം, എനിക്കിനി വയ്യ, ഇതാണ് എൻ്റെ സ്വഭാവം, ഇതാണ് എനിക്ക് ഇത്രയ്ക്ക് പറ്റുള്ളൂ, എനിക്ക് കഴിവില്ല എന്നുള്ളൊരു ഇതിലേക്ക് ബ്രെയിൻ അത് അംഗീകരിച്ചു കഴിഞ്ഞു. തവണ റിപ്പീറ്റഡായി. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമുക്കിപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ, നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഞാൻ കൊള്ളില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് എത്ര ട്രൈ ചെയ്തിട്ടും സാധിക്കുന്നില്ല, എൻ്റെ ഈ സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല. അത് ഇപ്പോൾ ഒരു ആങ്കർ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അഡിക്ഷൻസ്, ഗിൽട്ട്, ഷെയിം, എന്ത് കാര്യവും ഇപ്പോൾ അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തോന്നും ഇതൊരു പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ വരുന്നതാണല്ലോ അഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അല്ല, യുവർ അഡിക്ഷൻ ഈസ് ആക്ച്വലി സ്ട്രോങ്ലി ലിങ്ക്ഡ് വിത്ത് ആൻ ഇമോഷൻ. നമ്മളുടെ ഒരു വലിയ ഇമോഷനായിട്ട് എപ്പോഴും ഈ അഡിക്ഷന് കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പിയർ പ്രഷറിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ സിഗരറ്റ് വലിച്ചു തുടങ്ങിയ ഒരാൾ,
അപ്പോൾ ഈ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പിയേഴ്സ് എല്ലാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ആ വ്യക്തി തുടങ്ങിയത്. പക്ഷേ ഈ വ്യക്തിക്ക് ഇത് നിർത്താൻ പറ്റില്ല. ഇത് തുടങ്ങിയതിന് ശേഷം പിന്നെ ഇതിലേക്കൊരു ഇഷ്ടം തോന്നി, പയ്യെ പയ്യെ കൂട്ടുകാരൊക്കെ എപ്പോൾ കൂടുമ്പോഴും വലിക്കാൻ തുടങ്ങി. പിന്നെ അത് ഒറ്റയ്ക്ക് ഉള്ളപ്പോഴും വലിക്കാൻ തുടങ്ങി. പിന്നെ പാക്കറ്റ്സിൻ്റെ എണ്ണം കൂടി. അപ്പം നമ്മൾ വിചാരിക്കും ആ പിയർ പ്രഷറിൽ പോയി വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നതെന്ന്. ആക്ച്വലി അല്ല. ശരിക്കും ഇവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു സ്ട്രോങ് ലാക്ക്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ, അതായത് ഒരു സ്ട്രോങ്ലി ഇമോഷൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രോമയായിട്ടോ വളരെ കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവർക്കത് നിർത്താൻ പറ്റാത്തത്. തുടങ്ങുന്നത് ചിലപ്പോൾ വേറെ റീസൺ കൊണ്ടാണെങ്കിലും കണക്ഷൻസ് ഒരുപാട്. അത് നമ്മൾ ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാം കണക്റ്റഡ് ആവും. എല്ലാ ഡോട്ട്സും ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു പാറ്റേൺ ഇവിടെ നിന്ന് ഡെവലപ്പായി, അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത് നിർത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ മണിയുടെ ഇഷ്യൂ ഉള്ളത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ളത്. റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഇഷ്യൂ ഒക്കെ മെജോറിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആർ കമ്മിങ് ഫ്രം മെയിൻലി ഫ്രം ആൻസെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റഫ്. ബിക്കോസ് നമ്മൾ ചെറുപ്പത്തിലെ മുതൽ കാണുന്നത് എന്താ, നമ്മുടെ പേരൻസിൻ്റെ ലൈഫാണ്. അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ലൈഫ് അത്രയും ഹാപ്പി ആയിട്ടുള്ളതായിരുന്നോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കൂ. അവരുടെ കുറേ ട്രേഡ്സ്, അവരുടെ ഇൻസെക്യൂരിറ്റീസ്,